പ്രേക്ഷകരെ, സ്റ്റാലിൻ തോറ്റു. കൊളത്തൂർ സീറ്റിൽ സ്റ്റാലിൻ പരാജയപ്പെടുന്നു. VS ബാബു എന്ന TVK സ്ഥാനാർത്ഥിയുടെ മുമ്പിൽ സ്റ്റാലിൻ പരാജയപ്പെടുന്ന കാഴ്ച നമ്മൾ എത്ര എക്സിറ്റ് പോളുകളൊക്കെ കാണുന്നതാണ്. പക്ഷെ ഇതുപോലെ തമിഴ്നാട് രാഷ്ട്രീയം പിടിച്ചൊരുക്കുന്ന സസ്പെൻസ് ത്രില്ലർ നിറഞ്ഞ ഒരു എലക്ഷൻ അടുത്ത കാലത്തുണ്ടായിട്ടില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തമിഴ്നാട് CM സ്റ്റാലിൻ തോറ്റു. പാർട്ടി പരാജയപ്പെട്ടതോ ഭൂരിപക്ഷം കുറഞ്ഞതോ അല്ല ഇവിടുത്തെ വിഷയം. സ്റ്റാലിൻ തോറ്റു. VS ബാബു എന്ന തമിഴക വെട്ടിക്കഴകത്തിന്റെ ഒരു നേതാവിന് മുമ്പിൽ സ്റ്റാലിൻ തോറ്റു. ബിഗ് ബ്രേക്കിംഗ്, ഈ ദിവസത്തെ തമിഴ്നാട് ഇലക്ഷനിലെ ഏറ്റവും വലിയ ബ്രേക്കിംഗ്. മുഖ്യമന്ത്രിയായി വിജയമാവാൻ പോകുന്നതല്ല, മുഖ്യമന്ത്രി സ്റ്റാലിൻ പരാജയപ്പെട്ടു എന്നതിനെ സംബന്ധിച്ചാണ്. 16 റൗണ്ടുകൾ പിന്നിടുമ്പോഴേക്കും 7000 വോട്ടുകൾക്ക് പിന്നിലാണ് സ്റ്റാലിൻ. കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ 6 റൗണ്ടുകൾക്ക് പുറകിലായിരുന്നു. ഇപ്പൊ ഏകദേശം ഒരു 15,000 ഭൂരിപക്ഷത്തിൽ നിൽക്കുന്നെങ്കിൽ പോലും നമുക്ക് പിണറായി വിജയൻ ഒരു ഗംഭീരമായ വിജയമൊന്നും വിളിക്കാൻ കഴിയത്തില്ല. പക്ഷെ സ്റ്റാലിന്റെ അവസ്ഥ അതുമല്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സ്റ്റാലിൻ ലൂസസ് കൊളത്തൂർ സീറ്റ്. 2011 തൊട്ട് സ്റ്റാലിൻ നിൽക്കുന്ന മണ്ഡലമാണ്. 15 വർഷം, ഇത് 15ാമത്തെ വർഷത്തിൽ സ്റ്റാലിനെ പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് തമിഴ്നാട് ജനത. എല്ലാവരും ഒരേ സ്വരത്തിൽ തമിഴക വെട്ടിക്കഴകത്തിന് വോട്ട് ചെയ്യുക, വിസിൽ ചിഹ്നത്തിൽ കുത്തുക എന്നത് എനിക്കറിയില്ല വിജയ് എന്താണ് അവിടെ ചെയ്തു വെച്ചേക്കുന്നത് എന്നുള്ളത്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിജയ് എന്താണ് ചെയ്തു വെച്ചേക്കുന്നതെന്ന് സത്യമായിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. കുളത്തൂരിൽ സ്റ്റാലിൻ പരാജയപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിറ്റ് പോള് പോട്ടെ, എനിക്കിപ്പോഴും ആരെങ്കിലും ഒന്ന് നുള്ളിത്തന്നാ വിശ്വസിക്കുക എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. സ്റ്റാലിൻ പരാജയപ്പെട്ടു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങൾ തമിഴ്നാട് രാഷ്ട്രീയം ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാവും. തമിഴ്നാട് മുഖ്യമന്ത്രി പരാജയപ്പെടുന്നു, അതും 2 വർഷം മാത്രം പ്രായമുള്ളൊരു പാർട്ടിയുടെ മുന്നിൽ. ഇതിൽ പരം ഞാൻ പറയട്ടെ, VD സതീശൻ വനവാസത്തിന് പോകുന്നൊക്കെ പറഞ്ഞതിന് പകരം സ്റ്റാലിൻ രാഷ്ട്രീയം നിർത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. സ്റ്റാലിൻ രാഷ്ട്രീയം നിർത്തിയിട്ട് വേറെ വല്ല പണിക്കും പോകണം. ഇനി ഇവിടെ നിൽക്കാൻ യോഗ്യതയില്ല. MLA പോലും ആയില്ല സ്റ്റാലിൻ. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഞെട്ടലുണ്ട്. ഭയങ്കര ഞെട്ടലിൽ നിൽക്കുകയാണ്. ഇത് ആർക്കൊക്കെ വിശ്വസിക്കാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. കുളത്തൂര് സ്റ്റാലിൻ പരാജയപ്പെടുന്ന അവസ്ഥ, TVK സ്ഥാനാർത്ഥി സ്റ്റാലിനെ അട്ടിമറിക്കുന്ന കാഴ്ച, ശക്തി കേന്ദ്രത്തിൽ DMK തളരുന്ന കാഴ്ച. ദിസ് ഇസ് സ്റ്റണ്ണിങ്. ദിസ് ഇസ് ആബ്സല്യൂട്ട്ലി സ്റ്റണ്ണിങ്. ഉദയനിധി പുറകെ നിന്ന് പിന്നീട് തിരികെ വന്നെങ്കിൽ പോലും സ്റ്റാലിൻ ഇവിടെ നിങ്ങൾ ഓർത്തു നോക്കണം, സ്റ്റാലിൻ 2021 70,000 മുകളിൽ വോട്ടിൽ ജയിച്ച സ്റ്റാലിനാണ്. ഇപ്പൊ 7000 വോട്ടിന് പിന്നിൽ. ഇനി ആകെ ഉള്ളത് 3 റൗണ്ട്. സ്റ്റാലിനെ നീ തീർന്നടാ എന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ് തമിഴ്നാട് ജനത. ഇതെല്ലാം യാറാലെ, വിജയ് ആലെ, TVK ആലെ എന്ന് പറയുമ്പോഴാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഞെട്ടൽ എന്ന് പറയുന്നത്. ഇതേ VS ബാബു എന്ന് പറയുന്ന വ്യക്തി DMKയുടെ ലെജിസ്ലേറ്റർ ആയിരുന്നു. അവിടെ നിന്ന് TVKയിലേക്ക് ജോയിൻ ചെയ്ത് സ്റ്റാലിനെതിരെ വിജയ് ഇറക്കിയ പടയാളി എന്നൊന്നും പറയാൻ പോരാ, പടക്കുതിര എന്ന് പറയുന്ന അമ്മാതിരി എഫക്റ്റാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. സോ സ്റ്റാലിൻ ഇസ് ഔട്ട് ഗൈസ്. സ്റ്റാലിൻ കുളത്തൂരിൽ നിന്നും തട്ടിത്തെറിപ്പിച്ച് വിട്ടിരിക്കുകയാണ് TVK. മുഖ്യമന്ത്രി വിജയ് ആവണം, ഇങ്ങനെ ആവണം, അടിച്ചെതിരാളിയെ വീഴ്ത്തിയാവണം. അവിടെയാണ് കളി, അവിടെയാണ് വിജയം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പ്രധാന ഇമ്പാക്ട് എന്ന് പറയുന്നത്. വാട്ട് ആൻ ഇമ്പാക്ട്. തമിഴ്നാട് 2026 ഇലക്ഷൻസ് ചരിത്ര ലിപികളിലാൽ, സ്വർണ്ണ ലിപികളിലാൽ എഴുതി വെക്കാൻ പോവാണ്. സ്റ്റാലിൻ കൊളത്തൂരിൽ പരാജയപ്പെടുന്നു. സ്റ്റാലിൻ കൊളത്തൂരിൽ പരാജയപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.